സാങ്ക്ടാ മരിയ എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ ശുശ്രൂഷയുടെ സമാപന ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈ ജപമാല മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒരുപാട് സ്നേഹത്തോടെ നേരുകയാണ്. നമുക്കറിയാം, ഈശോയുടെ വരവിന് മറിയത്തെ തിരഞ്ഞെടുക്കുക സ്വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു. മറിയത്തെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു. ഈശോയുടെ വരവിന്, മനുഷ്യാവതാരത്തിന് മറിയം വലിയ ഒരു കാരണമായി തീർന്നു. ആ മറിയത്തെ തന്നെ സഭ, സ്വർഗം തൻ്റെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ ആ മറിയത്തെ തന്നെയാണ് സഭയെ ഒരുക്കുവാൻ, ഈശോയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് സ്വർഗത്തിലേക്ക് പുതുജന്മം നൽകാൻ പരിശുദ്ധ അമ്മയെ സ്വർഗം പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് രണ്ടാം വരവിനായി സഭയെയും തൻ്റെ ലോകത്തിലുള്ള എല്ലാ മക്കളെയും തൻ്റെ വിശുദ്ധരെയും ഒരുക്കുന്ന പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിൽ, വിശുദ്ധ ഹൃദയത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് രണ്ടാം വരവിൻ്റെ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഏറ്റവും സമാപന ദിവസമായ ഇന്ന് കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും ഒക്കെ നിറയുന്ന പരിശുദ്ധ കന്യകാ മറിയം എന്ന ഈ ശുശ്രൂഷയുടെ വലിയ സമാപന ദിവസത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, പരിശുദ്ധ അമ്മ വഴി കൃപാവരങ്ങൾ നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ച് ഈശോയുടെ സന്നിധിയിൽ ഏറ്റവും ഭക്തിയോടെ വിശുദ്ധിയോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി മനമുയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ മറിയത്തോട് ചേർന്ന്, ജപമാല രാജ്ഞിയോട് ചേർന്ന്, കർത്താവേ, ലോകത്തിന്റെ സഹരക്ഷകയായ രണ്ടാം വരവിനായി സഭയെ ലോകത്തെ ഒരുക്കുന്ന അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെന്നും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ഒറ്റ വിളി യേശുവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന.
ആരാധന 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 സുവിശേഷത്തിൻ വിളമ്പാൻ ഞങ്ങൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി പകരുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. 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 റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ നീ നാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹാ എന്നിൽ നീ കൃപയായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീ നാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹാ എന്നിൽ നീ കൃപയായി വാ, റൂഹാ എന്നിൽ നീ കൃപയായി വാ, റൂഹാ എന്നിൽ നീ കൃപയായി. ഒറ്റ വിളിച്ചോ ആരാധന ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയോട് ചേർന്ന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുന്ന അമ്മ, തൻ്റെ വിശുദ്ധരെ പ്രത്യേകം ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വലിയൊരു സൈന്യ നിരയെ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകം രൂപീകരിക്കുന്ന അമ്മയെ, ഒരുപാടിടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുക, തൻ്റെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിൻ്റെ അവസാന ഘട്ടം ആയി എന്ന് പലയിടങ്ങളിലും പ്രഘോഷിച്ച വെളിപ്പെടുത്തിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ സമയം കർത്താവ് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയും
സ്വർഗം വിശുദ്ധ ഡൊമിനിക്കിനോട് ആവശ്യപ്പെട്ട ആ പ്രാർത്ഥനകൾ, ജപമാല പ്രാർത്ഥനകൾ, വിശുദ്ധ ഗബ്രിയേൽ ദൂതൻ അരുളി ചെയ്ത നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾ എല്ലാം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് ചേർന്ന മക്കളും ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയവരുമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ട് ദൈവവചനം ശ്രവിക്കാം. നമ്മളെവിടെയായിരുന്നാലും കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വലിയ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കണം. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഈ കാലഘട്ടങ്ങളിൽ വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവ് ഇന്ന് ദൈവജനത്തിന് ലോകത്തെവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവർക്ക് വചനം കേൾക്കുവാനും വചനം ധ്യാനിക്കുവാനും ഈ കാലഘട്ടത്തിൻ്റെ ചില സന്ദേശങ്ങൾ സ്വീകരിക്കുവാനൊക്കെ ആയിട്ട് കർത്താവ് ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് മിഷക്കിന ചാനലിനെ ഓർത്തെല്ലാം ഓരോ സമയത്തും വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ തൻ്റെ ജനത്തിന് പ്രബോധനം നൽകാൻ, ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് ഓരോ സമയത്ത് ഓരോ ശുശ്രൂഷകളെ, ഓരോ സ്ഥലങ്ങളെ, ഓരോ വ്യക്തികളെ കർത്താവ് ഉയർത്തുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകരെയും ഈ കാലഘട്ടത്തിൽ തൻ്റെ മക്കളെ നശിച്ചു പോകാതിരിക്കാൻ വ്യഗ്രതയോടെ ഓടി നടക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച എല്ലാവരെയും നമുക്കിന്ന് ഈ പരിശുദ്ധ കന്യകാമറിയം എന്ന ഈ ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വചനങ്ങൾ നമ്മൾ പ്രകാരം വായിക്കുന്നു. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അപ്പൊ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുന്ന, അവ അനുസരിക്കുന്ന വിവേകമതിയായ മനുഷ്യൻ, പാറമേൽ ഭവനം പണിതവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലാണ് ഈ വചനം കേൾക്കുക, ശ്രവിക്കുക, അവ അനുസരിക്കുക. വചനം കേൾക്കുന്നു, കേൾക്കുക മാത്രമല്ല, നിങ്ങൾ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ ആ വചനം അനുവർത്തിക്കുന്നവരുമായിരിക്കാൻ. അപ്പൊ ഈ വചനം ശ്രവിക്കുന്നു, ഈ വചനം അനുസരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ ഈ അനുസരിക്കുന്നവൻ അവൻ എവിടെ ഉറപ്പിക്കുന്നു? പാറമേൽ സ്ഥാപിതമായിരിക്കുന്നു. അതോ അവന്റെ പ്രത്യേകത എന്താണ്? അവൻ വിവേകമതിയാണ്. അവൻ വെറുതെ വികാരത്തെ തിളയ്ക്കുന്നവനല്ല, അവൻ ഏതെങ്കിലും ആവേശം കൊണ്ട് എടുത്തു ചാടുന്നവനല്ല, ഏതെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നവനല്ല.
ചില പ്രശ്നങ്ങൾ, ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവനല്ല, അവൻ പാറമേൽ ഉറച്ചവൻ. പാറമേൽ ഉറച്ചവൻ. എന്നിട്ട് അവൻ പറയാണ്, അവൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാകുന്ന മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, കൊടുങ്കാറ്റടിച്ചു, ആഞ്ഞടിച്ചു, ഒരുപാട് തരത്തില് കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവർ, അനുസരിക്കുന്നവർ, അത് ജീവിക്കാനായിട്ട് വ്യഗ്രതയോടെ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കളെ ഈശോയിലേക്ക് വളർത്താൻ, അതിന് സഭയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പലതരത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പീഡനങ്ങൾ, അസ്വസ്ഥതകൾ. പക്ഷേ ഇവരൊന്നും തകരാതെ നിൽക്കുകയാണ്. കാരണം എന്താണ്? അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പത്രോസിനോട് ഈശോ പറയാണ്, പത്രോസേ, നീ പാറയാകുന്നു, നീ സഭയുടെ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. ഈ പാറമേൽ ഭവനം, ഈ സഭയിൽ ചേർന്ന് നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഈശോയുടെ, നമുക്കറിയാം അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്വർഗാരോപണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് പെന്തക്കുസ്തായുടെ കാലഘട്ടം മുതൽ ഇനി രണ്ടാമത്തെ വരവ് എപ്പോഴാണോ നമുക്ക് ആർക്കും അത് നിശ്ചയമില്ല. അത് ഉടനെ എത്തി, നാളെയായി എന്നൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല ഈ ശുശ്രൂഷകളിലൂടെ. പകരം എന്താണ്? അതിന് കാലഘട്ടമാണ്, അതിൻ്റെ ഒരുക്കത്തിൻ്റെ സമയമാണ്. അത്തിമരം തളിർക്കുമ്പോഴും പൂക്കുമ്പോഴും നമ്മൾ അറിയുന്നു എന്ന് ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്. ഇപ്പം ചില അടയാളങ്ങൾ കാണുമ്പോൾ, ചില ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഈ മഴ പെയ്യുന്ന, വെള്ളപ്പൊക്കമുണ്ടാകുന്ന, കാറ്റടിക്കുന്ന, ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള തകർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷെ അത് തകരാതെ നിൽക്കാൻ കാരണം അവരെല്ലാം പാറമേൽ സ്ഥാപിതമായിരുന്നു. ആ ഭവനങ്ങളൊക്കെ സഭയോട് ചേർന്നിരിക്കുന്നവരാണ്. സഭയുടെ പഠനങ്ങളോടും അല്ലെങ്കിൽ സഭ നൽകിയിരിക്കുന്ന തിരുവചനങ്ങളൊക്കെ സ്വീകരിച്ചവർ, നെറ്റിയിൽ തടത്തിൽ മുദ്ര ചെയ്തവർ, അത് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഒക്കെ അനുസ്മരിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവർ. അവരെ സ്വർഗത്തിന് എന്നും വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ വരവനായ സമയത്ത് ഈശോ നോക്കുന്നത് ഈ വിശ്വസ്തതയുള്ള ആത്മാക്കളെയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അടിപതറാതെ നിൽക്കുന്നവർ, ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും അതിനോട് മറുതലിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ ശരിക്കും പോരടിച്ച് നിൽക്കുന്നവർ. അപ്പം അവരെയാണ് പാറമേൽ സ്ഥാപിതം എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ ചേർന്നിരിക്കുന്നവർ, സഭയോട് ചേർന്നിരിക്കുന്നവർ, ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുന്നവർ. എല്ലാ കാലഘട്ടങ്ങളിലും സഭയിൽ പലതരത്തിലുള്ള ശീഷ്മകൾ, പാഷണ്ഡതകൾ, മതവിദ്വേഷകർ, സഭയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ, അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ആക്രമണങ്ങൾ, ഒരുപാട് തിന്മയുടെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ ചില ദുർമാതൃകകൾ സഭയിലെ അകത്തും പുറത്തും ഉണ്ടാകുന്നു. ജനം വഴിതെറ്റുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ, ചില കാര്യങ്ങൾ, പല സ്ഥലങ്ങൾ, പല ശുശ്രൂഷകൾ നടക്കുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സഭ തൻ്റെ പ്രത്യേകമായ ചില സ്ഥലങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, ചില രീതികളിലൂടെ ദൈവം സംസാരിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിൽ ഇതാണ് പറയുന്നത്, മക്കളെ വഴിതെറ്റരുത്. ഇപ്പം നമ്മൾ ഈ പാടിയ ഗാനത്തിലെല്ലാം പറഞ്ഞത് സ്വർഗത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ദൂത് വിളമ്പാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മ എന്താണ്? അത് അമ്മയായ മറിയം കൂടെ നടക്കുകയാണ്. എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ഈശോയെ പ്രഘോഷിക്കുന്നുണ്ടോ, അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യമുണ്ട്. എവിടെയെല്ലാം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടോ, സഭയുടെ ഏത് ശുശ്രൂഷ നടക്കുന്നുണ്ടോ അവിടെ അമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധരൊക്കെ പറയുന്നതാണ്, ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് വളരെ കുറച്ച് മാത്രം, പിന്നീട് ഈശോയുടെ രഹസ്യ ജീവിതത്തിൽ, അതായത് നസറത്തിലെ ഭവനത്തിലായിരുന്നപ്പോൾ ഈ അമ്മയെക്കുറിച്ച്, പരസ്യ ജീവിതകാലത്ത് വളരെ കുറച്ച് മാത്രമാണ് അമ്മയെ അറിയുന്നത്. അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്നിടത്ത് അമ്മയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. പിന്നെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ അമ്മയെ പ്രത്യേകിച്ചും കാണുന്നില്ല. അതിന് വിശുദ്ധർ നൽകുന്ന ഒരു വ്യാഖ്യാനം എന്താണ്? കാരണം ഈ ദേവദൂതയെ പോലെ വലിയ മനോഹരിയായ, വിശുദ്ധയായ, സുന്ദരിയായ അവളെ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ദൈവത്തിൽ നിന്ന് പോലും മനുഷ്യൻ മാറിപ്പോയേനെ എന്നാണ് വിശുദ്ധര് ഒക്കെ പറയുന്നത്. കാരണം അത്രമാത്രം സ്വർഗം തിരഞ്ഞെടുത്ത സൗന്ദര്യവതി, സ്വഭാവത്താൽ വിശേഷ ഗുണങ്ങളുള്ളവൾ, ആ എളിമ കൊണ്ട് പിശാചിനെ പോലും ധൂളിയാക്കിയവൾ, തൻ്റെ സാന്നിധ്യമുള്ളിടത്തെല്ലാം ആത്മാവ് നിറഞ്ഞവൾ, ആ ഒരു സമയത്ത് അവൾ അധികം അറിയപ്പെടാൻ
അന്ന് ഇടയായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിശുദ്ധർ പറയുകയാണ്, ആലങ്കാരികമായി പറയുകയാണ്, അവർ ദൈവത്തിൽ നകർന്ന് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ മറിയത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടേന്. എന്നാൽ ഇന്ന് പരിശുദ്ധ അമ്മ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമല്ല. പരിശുദ്ധ അമ്മ ഒരുപാടിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെ വിവിധങ്ങളായ ചിത്രങ്ങൾ, വിവിധങ്ങളായ രൂപങ്ങൾ, പലയിടത്തും പരിശുദ്ധമ്മ പല രീതിയിൽ, പല ഭാവത്തിൽ, പല സന്ദേശങ്ങളുമായി അമ്മ പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെയൊക്കെ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. മനോഹരിയായ പരിശുദ്ധ അമ്മ പലയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അമ്മ എന്താണ്, ഈ ലോകത്തെ ഒരുക്കുവാണ്. സുവിശേഷത്തിൻ്റെ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയം, അതാണ് നമ്മൾ പാടിയത് അവസാനമായിട്ട്. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയം ഇങ്ങനെയാണ്. ഈ ദൂത് ഏതാണ്? ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ വചനം എവിടെയെല്ലാം പറയുന്നുണ്ട്, അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. എന്താ പറഞ്ഞത്? അത് പാറമേൽ സ്ഥാപിതമാകണം. അത് തകർന്നു പോകാൻ പാടില്ല. കാരണം ഇങ്ങനെ തകർന്നു പോകാതെ ഇരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഈ രണ്ടാം വരവിനായിട്ട് വരുമ്പോൾ പിശാച് പലതരത്തിൽ, നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കാണുന്നുണ്ട്, 12-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ്. ഈ കാലഘട്ടത്തിൽ പിശാച് തൻ്റെ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞിട്ട് കാണുകയാണ്. എന്താണ്? പരിശുദ്ധ അനേകരുടെ അടുത്തിലേക്ക് അവൻ അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അടുക്കലുണ്ട്. കാരണം ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വലിയൊരു ആക്രമണങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വീഴ്ചകൾ, ഒരുപാട് സ്ഥലങ്ങൾ, വലിയ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരുന്ന പലയിടങ്ങളും ഇന്ന് നാമാവശേഷമായിരിക്കുന്നു. കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു. പലയിടങ്ങളിലും ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ നാമം മാത്രമായി മാറി. പലരും വിദേശ രാജ്യങ്ങളിലൂടെ ഒരുപാട് ശുശ്രൂഷകൾക്കൊക്കെ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ചും ശാലോം ടെലിവിഷനിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഷക്കീനായിലൂടെയൊക്കെ നമ്മൾ പല സുവിശേഷ പ്രഘോഷകരെ ഗുഡ്നെസ്സിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വിശുദ്ധരുടെ പേരുകൾ എഴുതിക്കൊണ്ടിരുന്ന ക്യൂബക്കിലേക്കുള്ള പല സിറ്റികളും ഇന്ന് ഈശോയെ ഒന്നും അറിയാത്തൊരവസ്ഥ. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞത് വളരെ ചുരുങ്ങിയ ശതമാനത്തിലേക്ക് കുറഞ്ഞുപോയി. ഓരോ നഗരങ്ങളും, ഓരോ സ്ട്രീറ്റുകൾ, ഓരോ മുക്കും മൂലകളും എല്ലാം, കോർണറുകളെല്ലാം വിശുദ്ധരുടെ പേരിൽ അറിയപ്പെട്ടുകൊണ്ട് സ്ഥലങ്ങൾ. ഒന്നും അവിടെയൊന്നും ആരും പ്രാർത്ഥിക്കുന്നവരില്ല. കാരണം എന്താണ്? മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. ഈ പാറമേൽ സ്ഥാപിതമല്ലാതിരുന്നവരുടെ വിശ്വാസമൊക്കെ തകർന്നു വീഴുന്ന കാഴ്ചകൾ. ഇവിടെ അതുകൊണ്ട് എന്താണ്? വലിയ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, മരിയ ഭക്തര്, വിശുദ്ധ ജോൺ ഡമീഷ്യൻ പറയുകയാണ്, പരിശുദ്ധ കന്യകയെ അങ്ങയോടുള്ള ഭക്തി നിത്യരക്ഷ നേടുവാൻ ഉതകമാകുന്ന, സുശക്തമാകുന്ന ആയുധമാകുന്നു, പാറയാകുന്നു. അപ്പൊ എന്താണ്? ശരിക്കും മനുഷ്യനൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, നമ്മൾ പറഞ്ഞില്ലേ, ഉറപ്പുള്ള ഒരു വസ്തു, ഒരു ഊന്നുവടി എന്ന് പറഞ്ഞതുപോലെ ഒരു ദണ്ട് നമുക്കൊന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രായം ചെന്നവരൊക്കെ ചിലപ്പോൾ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വടിയുടെ സഹായത്തോടെ, അല്ലെ ചിലപ്പോൾ ഒരു ചെറിയ വാക്കർ പോലത്തെ കാര്യം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നവർ, അവർക്കൊരു ബലമാത്. അപ്പം ദൈവത്തോട് ഭക്തിയുള്ള, ദൈവവചനം പാലിക്കുന്നവർക്ക് ശക്തമായ ഒരു ആയുധമാണ് മരിയഭക്തി. ശക്തമായ കോട്ടയാണ്, പാറയാണ്, സുശക്തമായ നഗരമാണ് പരിശുദ്ധ അമ്മ മാതാവ്. രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് ഈ ആയുധം കർത്താവ് നൽകുന്നു. വിശുദ്ധ ജോൺ ഡമീഷ്യൻ പറയുന്ന കാര്യമാണ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ആയുധം സ്വർഗം നൽകുന്നുണ്ട് കർത്താവ് വഴി. അപ്പം അത് സ്വീകരിക്കുക. കാരണം ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ പ്രത്യേകിച്ച് മനുഷ്യർക്ക് മറിയം ആവശ്യമാണ്. പരിശുദ്ധ മറിയത്തെ മനുഷ്യർക്ക്, സഭയിലെ മക്കൾക്ക് ഈ വചനങ്ങൾ പാലിക്കാനുണ്ട്. കാരണം എന്താണ്? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത് ഈ അമ്മയോടും യൗസേപ്പിതാവിനോടും ഒപ്പമാണ്. നമുക്ക് സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ രക്ഷ പ്രാപിക്കാൻ മറിയം ആവശ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക ഈ പറയുന്ന കാര്യം. അതായത് യേശുവിൻ്റെ ജനനത്തിന് മറിയം ആവശ്യമായിരുന്നു. ദൈവം അങ്ങനെ അത് തിരുഹിതമായതുകൊണ്ടാണ് മറിയത്തെ തിരഞ്ഞെടുക്കുന്നത്. എങ്കിൽ മനുഷ്യരുടെ അന്ത്യപ്രാപ്തിക്ക്, മനുഷ്യൻ്റെ അവസാനത്തിന് എന്തിനാണ് അവൾ എത്രമാത്രം അത്യാവശ്യമുള്ള ആ വ്യക്തിയാണ്. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി മറ്റു വിശുദ്ധരോടുള്ള ഭക്തിയേക്കാൾ അതീവ ശ്രേഷ്ഠമാണെന്ന് കരുതാതെ, അതായത് മറ്റെല്ലാ വിശുദ്ധരുടെ ഭക്തികളൊന്നിനെയും ഞാൻ താഴ്ത്തിക്കളയല്ല, ഈഴ്ത്തിക്കളയല്ല.
പക്ഷെ അതിനേക്കാൾ അതീവ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു മാർഗം. ഇപ്പം ഈ അമ്മയെ മുറുകെ പിടിക്കുന്ന നമ്മളറിയാം ജപമാല മാസത്തിലൂടെ കടന്നു പോകുന്നു. എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷ സ്ഥലങ്ങളിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ജപമാല ഭക്തി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളത് ചൊല്ലുന്നു. അപ്പം എന്താണ്? മറിയം ഏറെ ആവശ്യമാണ്. കാരണം ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ആവശ്യമാണ്. വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അപ്രേം, ജെറുസലേമിലെ വിശുദ്ധ സിറിൽ, കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ ജർമാനൂസ്, വിശുദ്ധ ജോൺ ഡൊമിനിഷ്യൻ, വിശുദ്ധ അൻസലാം, വിശുദ്ധ ബർണാദ്, വിശുദ്ധ ബർണദീൻ, വിശുദ്ധ തോമസ് അക്വിനാസ്, വിശുദ്ധ ബൊനവെഞ്ചർ എന്നിവരെല്ലാം പറയുകയാണ്, മറിയത്തോട് ആദരവും സ്നേഹവും ഇല്ലാതിരിക്കുക തിരസ്കൃതരുടെയും അവളോടുള്ള പൂർണ്ണവും യഥാർത്ഥവുമായ ഭക്തി ഉണ്ടായിരിക്കുക തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും അടയാളമാണ്. ശരിക്കും പരിശുദ്ധ അമ്മയോട് ഭക്തിയില്ലായ്മ, ആദരവും സ്നേഹമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും തിരസ്കരിക്കപ്പെട്ടവരാണ്. ഈ സഭയോട് ചേർന്ന് നിൽക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ സഭയുടെ മക്കളാണെങ്കിൽ ഒറ്റ അടയാളമാണുള്ളത്, തിരിച്ചറിഞ്ഞുകൊള്ളുക, ഒരു മരിയഭക്തി അവർക്കുണ്ട്. അല്ലാത്തവരൊക്കെ തിരസ്കൃതരായവരാണ് എന്നാണ് വിശുദ്ധർ പറയുന്നത്. അതായത് ഈ ഉറച്ച പാറമേൽ സ്ഥാപിതമായിരിക്കണം. പാറ, സഭയാകുന്ന പാറ. ഈ പാറയിൽ ഉറച്ചു നിൽക്കുന്നവർ, ഈ വചനങ്ങൾ പാലിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, അമ്മയുടെ മാതൃത്വത്തെ. നമുക്കറിയാം വിവിധങ്ങളായ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ, 4 പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, ആദ്യത്തെ കൗൺസിൽ, എഫേസസ് കൗൺസിൽ പറഞ്ഞു മറിയം ദൈവമാതാവാണ്. മറിയത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസ സത്യമാണ് മറിയം ദൈവമാതാവ്. രണ്ടാമത് പറയാണ് മറിയം നിത്യകന്യകയാണ്. അത് 649 ലാറ്ററൻ കൗൺസിൽ. മറിയം നിത്യകന്യകയാണ്, അവൾ എവർ വിർജിൻ. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. മൂന്നാമത് പറയാണ് മറിയം അമലോത്ഭവയാണ്. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ് ഒരു വിശ്വാസത്തെ, മറിയം അമലോത്ഭവയാണ്. ഉത്ഭവ പാപരഹിതയാണ് അവൾ, ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ കന്യകാ മറിയമേ എന്നുള്ള പ്രാർത്ഥന മെയ് മാസത്തിലെ വണക്കവാസത്തിലൊക്കെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. നാലാമത്തെ പറയണം മറിയം സ്വർഗാരൂപതയാണ്. 1950 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു മറിയം സ്വർഗാരൂപതയ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ്. അപ്പൊ എന്താണ് ഈ മറിയത്തെക്കുറിച്ചുള്ള അറിവ്? പരിശുദ്ധ അമ്മ നിത്യരക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വ്യക്തി. എന്താണ് ശരിക്കും സാത്താൻ ജനത്തെ സഭയിൽ നിന്ന് അകറ്റുന്നത്, കൂദാശകളിൽ നിന്ന് അകറ്റുന്നത്, വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതെന്നറിയോ? ആദ്യം ജപമാല ഭക്തി, മരിയ ഭക്തി എടുത്തു മാറ്റിക്കൊണ്ട് മാതാവിനെ തിരസ്കരിക്കുക, അനാദരവോടെ, ആദരവില്ലാതെ, അതായത് സ്നേഹമില്ലാതിരിക്കുക, മറിയത്തോടുള്ള ഭക്തി വളരെ നിസ്സാരമായിട്ട് കണക്കാക്കുക. കുടുംബങ്ങളിലെ ശക്തമായ നമ്മുടെ കാർന്നോമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, രാവിലെയൊക്കെ ദേവാലയത്തിലേക്ക് പോകുന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാഴ്ചയാണ്, ജപമാല ചൊല്ലിക്കൊണ്ട് പോകും. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളെ കാണും, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. വൈദികർ, സിസ്റ്റേഴ്സൊക്കെ അവരുടെ ആ ഉടുപ്പിൽ അത് തൂക്കിയിടുക മാത്രമല്ല, അല്ലെങ്കിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ, അതൊരുന്ന് ഭക്തിയോടെ ചെല്ലും. ഒരു കാലഘട്ടങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണങ്ങൾ സഭയിൽ ഇങ്ങനെ ആഞ്ഞടിച്ച കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്താ? ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും അവർ ബസ്സിലൊക്കെ ഇരുന്നുകൊണ്ട് ഒരു മടി കൂടാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അത് കയ്യിലിങ്ങനെ ജപമണികൾ ഇങ്ങനെ ഉരുട്ടി അവർ പ്രാർത്ഥിക്കും എല്ലാവരും. ഇന്നെന്തോ എവിടെയോ ഒരു നാണക്കേട് എന്ന് പറഞ്ഞാൽ ഈ ജപമാല ഒളിച്ചു വെക്കേണ്ട ഒരു വസ്തുവായി മാറി. മരിയ ഭക്തി ഇന്നത് പ്രകടിപ്പിക്കുന്ന അതോ പാവപ്പെട്ടവരുടെ, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ, ഞങ്ങളെപ്പോലെ ഇങ്ങനെ വളരെ ജ്ഞാനമുള്ളവർ, ഞങ്ങളിങ്ങനെ കുറച്ച് ബൗദ്ധികമായിട്ടുള്ള അറിവുള്ളവരൊക്കെ അതിനെയൊന്നും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്നറിയോ? സ്നേഹവും ആദരവും നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് തിരസ്കരിക്കപ്പെടും. എന്നിട്ടോ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, വാഗ്വാദങ്ങൾ, വിദ്വേഷങ്ങൾ, അസ്വസ്ഥതകൾ, സ്നേഹിക്കാൻ പറ്റാത്ത, 1 കൊറിന്തോസ് 13 കാണുന്ന എല്ലാ വരങ്ങളും ഉണ്ട്, എല്ലാ അഭിഷേകവും ഉണ്ട്, പക്ഷേ സ്നേഹമില്ലാത്ത അവസ്ഥ. എല്ലാ അനുഗ്രഹങ്ങളും വലിയ പാണ്ഡിത്യമൊക്കെ ഉണ്ട്, പക്ഷേ സ്നേഹമില്ലാത്ത ഒരു ശുശ്രൂഷകൾ, സ്നേഹമില്ലാത്ത പെരുമാറ്റങ്ങൾ. കാരണം എന്താണ്? ഈ അമ്മ ഒരുക്കുന്നൊരുന്നുണ്ടല്ലോ, അമ്മ മാതാവ് ഒരുക്കുന്ന കുടുംബങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുന്ന ഒരു കൂട്ടിയിണക്കുന്നൊരു കണ്ണിയുണ്ട് ഈ ജപമാലയുടെ. കാരണം എന്താ അറിയോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും. ശുദ്ധ ചാവറ പിതാവ് പറയുക. അപ്പൊ എന്ത് ചെയ്ത് ഈ സ്നേഹം അവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു വലിയൊരു ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അപകടങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾ ലൂക്കാസ് സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇതാ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കണം, നോക്കണം. എന്നിട്ട് പറയണ
അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുക, തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കും നിങ്ങൾ പറയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നു കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ, എൻ്റെ വചനങ്ങൾ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇതെല്ലാം നമ്മൾ കാണുക എന്നറിയോ? കാരണം എന്താണ്? സുഖലോലുപത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിത വ്യഗ്രത, മനുഷ്യൻ്റെ കടബാധ്യതകൾ, ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ, വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ കുടിയേറാൻ വേണ്ടിയുള്ളത്, ജോലി ലഭിക്കാൻ, നാട്ടിലുള്ള ചെറിയ ജോലി കൊണ്ട് സംതൃപ്തിപ്പെടാതെ ഒരുപാട് ലക്ഷങ്ങൾ കടം വാങ്ങിച്ചുകൊണ്ട് കുടുംബങ്ങൾ അനേകർ വിദേശ രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും പോകാൻ പറ്റുന്നവരും സാധിക്കുന്നവരൊക്കെ പോവുക, അവിടെയൊക്കെ ചെല്ലുക, അവിടെയൊക്കെ ജോലി ചെയ്തും സമ്പാദിച്ചും കുടുംബത്തെയും അതുപോലെ നാടിനെയും ഒക്കെ വളർത്തുക, നല്ല രീതിയിൽ സെറ്റിൽഡ് ആകുന്നതൊന്നും മോശമല്ല. പക്ഷേ ഈ വ്യഗ്രത വർദ്ധിച്ചിരിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാതെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്ന, അതാണ് പൗലോസ്ലീഹ പറഞ്ഞു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വരുന്നേറ്റ. ഈ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ അമിതമായ ജീവിത വ്യഗ്രത കൂടി വരുന്നു, സുഖലോലുപത കൂടി വരുന്നു, മദ്യാസക്തി. ഓരോ ദിവസവും ഓരോ ആഘോഷങ്ങളിൽ വിറ്റഴിഞ്ഞു പോകുന്ന മദ്യത്തിൻ്റെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ, ഓരോ സ്ഥലങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഈ മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലഹരികളുടെ ഉപയോഗങ്ങൾ. പ്രിയപ്പെട്ടവർ, ഇത് കാലഘട്ടത്തിൻ്റെതാണ്. അങ്ങനെ ഒരു കെണി പോലെ ഒരുപാട് പേരങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ, സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം എന്ത് പ്രാർത്ഥിക്കണം? ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ സദാ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, വിശ്വാസ പ്രമാണമേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. പൈശാചിക ശക്തികളോട് എതിരിട്ടുകൊണ്ട് ലയോ 13-ാമൻ മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയ വിശുദ്ധ മിഖായേലിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കുക. ഇപ്പം പ്രാർത്ഥനകളിൽ തന്നെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയും നമുക്കറിയാം. ഈശോ നേരിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും, പരിശുദ്ധ അമ്മയോട് സ്വർഗം നേരിട്ട് വെളിപ്പെടുത്തിയ ഗബ്രിയേൽ ദൂതൻ വഴി വെളിപ്പെടുത്തിയ പ്രാർത്ഥനയും സഭ പിന്നീട് കൂട്ടിച്ചേർത്ത പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ എന്നുള്ളത് വിശുദ്ധ ഡൊമിനിക്കും 5-ാം പിയൂസ് മാർപ്പാപ്പയും അങ്ങനെ അനേകർ ചേർന്ന് ഒരുമിച്ച് കൂട്ടായ്മയുടെ ഒരുക്കിയെടുത്ത ആ പ്രാർത്ഥനകൾ, ദൈവവചനം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ, 150 സങ്കീർത്തനത്തിന് പകരം ആദ്യകാലങ്ങളിലിട്ടുണ്ടായിരുന്ന 150 നന്മ നിറഞ്ഞ മറിയം. പിന്നെ 2002 പരിശുദ്ധ പിതാവ്, ഇന്ന് നമുക്കറിയാം വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ തിരുനാൾ ദിവസമാണ്. പൂർണ്ണമായും മറിയത്തിന് തൻ്റെ ജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ സഹോദരങ്ങൾ, അമ്മ, പിന്നീട് പിതാവ് നഷ്ടപ്പെട്ട് പൂർണ്ണമായി ഞാൻ നിൻ്റേതാന്ന് പറഞ്ഞ് ജീവിതം മാറ്റിവെച്ച വലിയ മുക്കുവൻ്റെ തിരുനാൾ ദിവസമായിരുന്നു വിശുദ്ധ ജോൺ പോൾ പാപ്പ. മറിയ ഭക്തിയിൽ എത്രമാത്രം. അപ്പം അതുകൊണ്ട് വിജ്ഞാനമില്ലാഞ്ഞിട്ടല്ല, തൻ്റെ മെത്രാൻ സ്വീകരണത്തിന് മുമ്പ് വിവിധ ഡോക്ടറേറ്റുകൾ കരസ്ഥമാക്കിയ വ്യക്തി, ചെറുപ്രായത്തിൽ തന്നെ മെത്രാൻ പദവിയിലേക്കും പിന്നീട് ആർച്ച് ബിഷപ്പിലേക്ക് അത് എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ആള്, മെത്രാപ്പൊലിത്തയായ ആള്, ചെറുപ്രായത്തിൽ തന്നെ കർദിനാലായി പോൾ 6-ാമൻ മാർപ്പാപ്പ ഉയർത്തിയ വ്യക്തി. അതിനുശേഷം പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായ, അല്ലെങ്കിൽ മധ്യവയസ്കൻ എന്നുള്ള രീതിയിലോ ഉള്ള ചെറുപ്പം, വലിയ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ അദ്ദേഹം സഭയുടെ 264-ാമത്തെ മാർപ്പാപ്പയായി. എങ്ങനെയാണ് സഭയെ നയിച്ചത്? പ്രാർത്ഥന കൊണ്ട്, ക്ഷമ നൽകിക്കൊണ്ട്, വലിയ മാതൃക നൽകി. എന്ന് പറഞ്ഞ് ഉറച്ച പാറ പോലെ സഭയുടെ ഈ പാറയായ പത്രോസിന്റെ പിൻഗാമിയായ ഈ മാർപ്പാപ്പ നിന്നു, വിശുദ്ധനായി നിന്ന്. എന്താണ് നയിച്ചത്? എങ്ങനെയാ? പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി. നമുക്കൊരിക്കലും അവഗണിക്കാവുന്നതല്ല പരിശുദ്ധ പിതാവിൻ്റെ മറിയത്തോടുള്ള സ്നേഹവും മറിയത്തെക്കുറിച്ചുള്ള രക്ഷകന്റെ അമ്മ എന്നുള്ള വലിയ ചാക്രിക ലേഖനങ്ങളൊക്കെ. ഇത് നമ്മളോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ മറിയത്തെ മുറുകെ പിടിക്കുക, സദാ ജാഗരൂകരായിക്കൊണ്ട്. അതാണ് സദാ പ്രാർത്ഥിച്ചോണം. അപ്പം ഈ സദാ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. ലളിതമാണ്, ദൃഢമായ, ശക്തമായ ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് പിശാച് ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെയൊക്കെ ഈ വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നൊക്കെ മാറ്റിയിരിക്കുന്നത്. പക്ഷെ ഒരു വലിയൊരു അനുഗ്രഹം എന്നറിയോ? ഈ കാലഘട്ടം വീണ്ടും അത് ശക്തി പ്രാപിക്കുന്നുണ്ട്, ഞാനും തിരിച്ചറിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ അപ്പം പുണ്യപൂർണ്ണതയിലേക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ മറിയം ആവശ്യമായിരിക്കുന്ന പോലെ തന്നെ
വിശുദ്ധ ജോൺ ഡൊമിഷ്യൻ പറയുന്ന പോലെ അങ്ങയോടുള്ള ഭക്തി നിത്യരക്ഷ നേടുവാനുള്ള ഏറ്റവും വലിയ ആയുധം. അപ്പോൾ ഇത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ആയുധം കൊടുക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടണം, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മാറ്റം ഉണ്ടാകണം, എനിക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരണം, എനിക്ക് നിത്യജീവൻ നേടണം, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു ഇത്ര കാലഘട്ടം കഴിഞ്ഞ് ഒരു രോഗമായിരിക്കാം, അപകടമായിരിക്കാം, അത് മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു മരണം സംഭവിക്കുക. എനിക്ക് നിത്യ ജീവൻ നേടണമെന്നുണ്ടെങ്കിൽ ഈ ആയുധത്തെ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. അപ്പോൾ ഇതാണ് യുഗാന്ത്യ സഭയെ ഒരുക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ സ്വർഗം നിശ്ചയിക്കുമ്പോൾ എന്താണ് അവർ ഈ ആയുധം എടുക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ആ പാട്ടിൻ്റെ ഈരടികൾ നമ്മളൊന്ന് പാടി പ്രാർത്ഥിച്ച് ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരാം. കാരണം എന്താണ്, രണ്ടാം വരവിനായിട്ട് ഒരുക്കുന്ന അമ്മ. അപ്പോൾ എന്താണ്, അടുത്ത് ഈ പരിശുദ്ധ അമ്മ നിത്യരക്ഷ ഒരുക്കാനായിട്ട് ഈ അമ്മയ്ക്ക് സ്വർഗം പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്. അന്ന് മറഞ്ഞിരിക്കുന്നവളും അധികം അറിയപ്പെടാത്തവള് പിന്നീട് ഈ അമ്മ വലിയ അറിയപ്പെടുന്ന തലത്തിലേക്ക് എവിടെയെല്ലാം അമ്മ പ്രത്യക്ഷപ്പെടുന്നു. സകല ജനപദങ്ങളുടെയും നാഥയാണ് ഞാനെന്ന് പറയുന്നു ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്. അപ്പം ഒരു ഫാത്തിമയില്, ലൂർദില്, ഗരുവന്താളില്, മജുഗോറിയയില്, ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മ, ബെൽജിയത്തിലെല്ലാം അമ്മ പ്രത്യക്ഷപ്പെടും. വേളാങ്കണ്ണിയിൽ, കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം ആദ്യ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന കുറവലങ്ങാട്, വല്ലാർപാട്, ഒരുപാട് സ്ഥലങ്ങളിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ, എല്ലാ രൂപതകളിലും എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ, എല്ലാ തിരുനാളുകളും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും കൂടെ കൂടി തിരുനാളായിട്ട് സംയുക്തമായിട്ട് ആഘോഷിക്കുന്നു. എന്തിനാണ്? വലിയൊരു ഒരുക്കം സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുക അമ്മ മാതാവിലൂടെ സ്വർഗത്തെ അനേകം ആത്മാക്കളെ നേടാൻ. ഈ അമ്മയോട് വലിയ ഭക്തി, അമ്മയെക്കുറിച്ചുള്ള പ്രചരണ ക്ലാസ്സുകൾ, പ്രഘോഷണങ്ങൾ, മരിയ ഭക്തിയുടെ വിവിധ മാർഗങ്ങൾ, പരിശുദ്ധ അമ്മയോടുള്ള വിവിധങ്ങളായ പ്രാർത്ഥനാ രീതികൾ, മാതാവിൻ്റെ വിവിധമായ ഭക്ത രീതികൾ, ഇതെല്ലാം എന്താണ് പരിശുദ്ധ അമ്മയോടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ. ഇതിൻ്റെ കാരണം ഇതാണ്, നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് ഈ ആയുധം ആവശ്യമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച്. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെക്കാൾ ഒരുപക്ഷെ പിശാച് ലൂസിഫർ ഭയപ്പെടുന്ന പറയോ മറിയത്തിൻ്റെ എളിമ. കാരണം ഒരു മനുഷ്യ വ്യക്തിയിൽ, കാരണം അവള് വിശുദ്ധയാകാൻ വേണ്ടി പിന്നീട് കിടന്ന് പരിശ്രമിക്കുകയല്ല, കൃപാപൂർണയായിരിക്കുന്ന അവളുടെ അടുത്തേക്കാണ് ദൈവദൂതൻ എന്നിട്ട് പറഞ്ഞത്, നീ കൃപ നിറഞ്ഞവളാ. കാരണം എന്താ? കൃപ നേരത്തെ നിറഞ്ഞവള്. ഒരു എന്നാ പറയുക, രക്ഷകന്റെ അമ്മയാകാൻ വേണ്ടി പിന്നീട് ഒരുക്കുകയല്ല അവള്. അല്ല, അവൾ അതിനുവേണ്ടി ഒരുങ്ങിയവളല്ല, ജന്മത്താൽ തന്നെ. അതാണ് അമലോത്ഭവ, നിത്യകന്യക. കാരണം അവൾ എന്ത് ചെയ്തു? അവൾ ഒരുക്കമുള്ളവളായിരുന്നു, കൃപ നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ട് ഈ ആയുധം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ചൊരിക്കൽ കൂടി ഇരുന്നു കൊണ്ടോ എഴുന്നേറ്റ് നിന്നുകൊണ്ടോ നമുക്ക് ഈ സന്ധ്യാസമയത്ത് ഉറക്കമൊന്നും വരാതെ നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രത്യേകിച്ച് ഈ നിത്യരക്ഷ പ്രാപിക്കാൻ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ആയുധം എങ്ങനെയാണ് അമ്മയെ മുറുകെ പിടിക്കേണ്ടത് ചേർത്ത് നിർത്തി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിക്കുന്നവർ കരങ്ങൾ അടിച്ച് കൂട്ടായ്മയിലായിരുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായ ആനന്ദത്തോടെ പാടാം. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കരങ്ങളടിച്ച് ഈ രാത്രിയിൽ പ്രത്യേകിച്ച് നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ വലിയൊരു ദാഹം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അമ്മയെ ഒരു ആയുധമായി കൊണ്ടു നടക്കാൻ, അമ്മയുള്ള വീട്, അമ്മയുള്ള മക്കള്, അമ്മയുടെ സംരക്ഷണമുള്ളവര്, ചിറകിൻ കീഴിൽ പിടക്കോഴി സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കുന്ന ജെറുസലേമിനെ സംരക്ഷിച്ച അമ്മ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും. അമ്മയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആമേൻ.
സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടുകൂടി നടന്നിടാം. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി പകരുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടുകൂടി നടന്നിടാം. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. 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 രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ആരാധന 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 ആരാധന. നമുക്ക് വചന ശുശ്രൂഷ തുടരാം. പരിശുദ്ധമയെ കുറിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ചില സന്ദേശങ്ങളൂടെ കേട്ട് നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. കാരണം അന്ത്യകാലത്തിലെ വലിയ വിശുദ്ധർക്ക് ഏറ്റവും അത്യാവശ്യമാണ് മരിയഭക്തി എന്ന് വിശുദ്ധ മോൺഫോർട്ടൊക്കെ പറയുന്നത്, അനേക വിശുദ്ധർ പറയുന്നത്. അന്ത്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പുള്ള കാലഘട്ടം, അത് എന്ന് എപ്പോൾ എന്നുള്ളത് അറിയത്തില്ല, നമ്മൾ പറഞ്ഞില്ലേ. പക്ഷേ എന്താണ്, എല്ലാവരും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. അതിനുശേഷമുള്ള വചനഭാഗങ്ങൾ വളരെ ഇതാണ്. ഈശോ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചു. രാത്രിയിൽ അവൻ പോയി പട്ടണത്തിന് പുറത്തുപോയി വിശ്രമിച്ചു. അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അടുത്ത് വന്നിരുന്നു. അപ്പം എന്താണ്, വചനം കേട്ടു, പരിശുദ്ധമ്മയെക്കുറിച്ച് പ്രാർത്ഥിച്ചു, രാത്രിയായി പ്രാർത്ഥിച്ചു, വിശ്രമിച്ചു, രാവിലെ ദേവാലയത്തിലേക്ക് ഓടുക, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. കാരണം അവനെക്കുറിച്ച് വീണ്ടും വെളിപ്പെടുത്തുന്നതാണ് ലേഖന വായനകൾ, പിന്നെ സങ്കീർത്തനങ്ങൾ, പ്രതിവചന സങ്കീർത്തനങ്ങൾ, പരിശുദ്ധ കുർബാനയിൽ സുവിശേഷ ഭാഗങ്ങൾ അവനെക്കുറിച്ച് അവൻ പറയുന്നത് കേൾക്കാനായിട്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു ജനം എന്തു ചെയ്തു, ഈ അന്ത്യകാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായ, വിശുദ്ധർക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് മരിയഭക്തി. കാരണം എന്താണ്, മറ്റൊരു സൃഷ്ടിയുടെ, ഇപ്പം ഞാനോ നിങ്ങളൊക്കെ വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സമക്ഷം കാരുണ്യം കണ്ടെങ്കിൽ ആരെങ്കിലും കാരണമായിട്ട്, മാതാപിതാക്കളോ അധ്യാപകരോ വൈദികരോ ശുശ്രൂഷകരോ സുവിശേഷ പ്രഘോഷകരോ ഒക്കെ കാരണമായിട്ടുണ്ട്. എന്നാൽ മറിയത്തിന് ഇതൊന്നും ആവശ്യമായിരുന്നില്ല. കാരണം അന്നു മുതൽ അവൾ വഴി മാത്രമാണ് മറ്റു സൃഷ്ടികൾ ദൈവത്തിന് മുമ്പിൽ കാരുണ്യം കണ്ടെത്തുന്നത്. കാരണം ഒരു സൃഷ്ടിയുടെയും സഹായം കൂടാതെ, ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു സൃഷ്ടിയുടെയും സഹായം കൂടാതെ പൂർണ്ണതയിലേക്ക് കടന്നു വന്നവൾ. അതാണ് പറഞ്ഞത്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. 1:30 ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ കൃപ ഉള്ളവളാണ്. ദൈവസന്നിധിയിൽ അത് കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് ദൈവസമക്ഷം കൃപ കണ്ടെത്തിയത് ആരുടെ സഹായത്തിലല്ല, പക്ഷെ ഈ മറിയത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. കാരണം എന്താണ്, മനുഷ്യ സൃഷ്ടികളിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. ഇപ്പം വിശുദ്ധരാണെങ്കിൽ പോലും അവരെന്താണ്, സമക്ഷം കൃപ കണ്ടെത്താൻ വേണ്ടി മറ്റാരെങ്കിലുമൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരാണ് ഇവള്. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ആവസിച്ചുകൊണ്ട് അവളെ പൂർവാധികം കൃപാവരപൂരിതയാക്കി. എന്ത് ചെയ്തു, പുത്രനെ സ്വീകരിക്കുന്ന വഴിയായിട്ട് ആമേൻ പറഞ്ഞത്, ഫിയാത്ത് സമ്മതം കൊടുത്തത് വഴിയായിട്ട് എന്ത് ചെയ്തു, വീണ്ടും പരിശുദ്ധാത്മാവിൽ അവൾ കൃപാപൂരിതയായി മാറി. നമ്മളല്ലേ, കൃപയ്ക്ക് മേൽ കൃപ, കൃപ നിറഞ്ഞവള് വീണ്ടും പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൃപ നിറഞ്ഞവളായി മാറുന്നു. ഈ അമ്മ മാതാവ് വഴി നമ്മൾ വീണ്ടും, അതുകൊണ്ടാണ് ഈ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവൻ. അതുകൊണ്ട് രാജകീയ സിംഹാസനവും കിരീടവും ചെങ്കോലും എല്ലാം അവൾ നിറഞ്ഞു. ക്രിസ്തു എന്നും എവിടെയും മറിയത്തിന്റെ ഫലവും മകനുമാണ്. മറിയം എല്ലായിടത്തും ജീവന്റെ ഫലം പുറപ്പെടുവിക്കുന്ന യഥാർത്ഥം പറഞ്ഞ ദിവ്യ സ്നേഹം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കനക കലവറ, സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മ.
അപ്പം എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ വളരെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സഭയിലെ മക്കൾക്ക് ഈ യുഗാന്ത്യ സഭയിൽ 2ാം വരവിനായിട്ട്. കാരണം എന്താണ്? ലോകാവസാനം ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ ലോകാവസാനം അടുത്തിരിക്കുക. എന്താണ് അവസാനം അടുത്തിരിക്കുന്നത്? കാരണം ഇപ്പം തീരുന്നുള്ളല്ല, അതിൻ്റെ ഒരുക്കം സ്വർഗം ആരംഭിച്ചിരിക്കുന്നു. പല കാര്യങ്ങൾ, ഭൂകമ്പം, ക്ഷാമം, നമ്മൾ കേൾക്കുന്ന പോലെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് മുമ്പേ. കാരണം എന്താണ്? ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒക്കെ പല അടയാളങ്ങൾ. ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുന്നു. കർത്താവിൻ്റെ ചില വരവിനൊരുക്കമായ ഭീകര സംഭവങ്ങൾ, ഭൂകമ്പം, ക്ഷാമം, പകർച്ചവ്യാധികൾ, ഇവയെല്ലാം ഉണ്ടാകുന്നു. ഇതെല്ലാം ഉടനെ യുഗാന്ത്യം സംഭവിക്കുന്നുള്ളതല്ല, അതിൻ്റെ അടയാളം. അപ്പം എന്താണ് ഇത് കാണുമ്പോൾ ഓർക്കണം, വളരെ നാൾ കാത്തിരിക്കേണ്ടി വരികയല്ല. വിശുദ്ധിയിൽ ഇതര പുണ്യാത്മാക്കളെ, അതാണ് പറയുന്നത്. വിശുദ്ധർ പറഞ്ഞു, വിശുദ്ധിയിൽ ഇതര പുണ്യാത്മാക്കളെ, മറ്റു പല പുണ്യാത്മാക്കളെയും വെല്ലുന്ന വിശുദ്ധരെ സർവശക്തൻ പരിശുദ്ധ മാതാവിനോടുകൂടെ തനിക്കായിട്ട് ഈ കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. മറ്റു വിശുദ്ധരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള, അവരെക്കാൾ വെല്ലുന്ന വിശുദ്ധരെ. കാരണം എന്താണ്? അത്യുഗ്രമായി പോരാടുന്ന, തൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന പൈശാചിക ശക്തികളെ തോൽപ്പിക്കാൻ ഇന്ന് സാധിക്കുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ സഭയുടെ നമ്മളെ ഈ പാറമേൽ സ്ഥാപിതമായ വ്യക്തികൾ, സഭയോട് ചേർന്നിരിക്കുന്നവർ. ഈ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന ഒരുപാട് ആൾ എക്സോസിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, മറിയത്തിൻ്റെ കൂട്ടായ്മയിൽ ഈ എക്സോസിസം ചെയ്യുന്നു. പൈശാചിക ശക്തികളെ മറിയത്തോട് ചേർന്ന് ജപമാല ചൊല്ലി, ഇപ്പോൾ ഒരു ജപമാല ശ്വാസത്തോടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു പൈശാചിക ശക്തിയുള്ള ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലിയാൽ, മറിയത്തിൻ്റെ കൂടെ ചെന്നാൽ, കാരണം എന്താണ് പറഞ്ഞത്? അത്യുഗ്രമായി പോരാടുന്ന പൈശാചിക ശക്തികളെ നേരിടാൻ കൃപാവരയും തീഷ്ണതയും നിറഞ്ഞ വിശുദ്ധാത്മാക്കളെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞാണല്ലോ ഈ കാലഘട്ടത്തിൽ നേരിടണമെങ്കിൽ പല പിതാക്കന്മാർ, പല സുവിശേഷ പ്രഘോഷകരൊക്കെ പറഞ്ഞറിയോ, ശരിക്കും നമ്മുടെ പഴയ ഒരു ശക്തി കൊണ്ടോ പഴയ രീതി കൊണ്ടൊന്നും, പഴയ ആയുധങ്ങൾ കൊണ്ടൊന്നും ഈ കാലഘട്ടങ്ങളിലുള്ള മാതാപിതാക്കൾക്കറിയാം. പണ്ടത്തെ ചെറിയ ശിക്ഷണം കൊണ്ട് കണ്ണുരുട്ടി കാണിക്കുക, പേടിപ്പിക്കുക, ചെറിയ ശിക്ഷണം കൊടുക്കുക, അതുകൊണ്ടൊന്നും ഇന്ന് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അധ്യാപകർ പണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ചിലർക്കൊക്കെ ഇരട്ട പേരുകളിടും. കാരണം അത് പേടിയുടെ ഭാഗമായിട്ടാണ് അധ്യാപകർക്ക്. എവിടെയും ഭയം ഇരിക്കുന്നത്, ആ വിധേയത്വം, എല്ലാ അനുസരണം ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെ ഒരു കുടുംബജീവിതത്തിൽ ഒരു അപ്പന്, അമ്മയ്ക്ക് മക്കളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു, വൈദികർക്ക് ദൈവജനത്തിന്റെ മേൽ. കാരണം എന്താ? നശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എവിടെ സ്വാധീനമുള്ളത്? എവിടെയാ? തൻ്റെ ഭക്തരായ വൈദികര്, തൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന മാതാപിതാക്കള്, മക്കൾക്ക് അവരോട് എതിരിടാൻ പറ്റില്ല, ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ആ ഈ വിശുദ്ധാത്മാക്കള് കൃപാവരവും തീഷ്ണതയും നിറഞ്ഞവിടെ അവരെ ശക്തരാക്കുന്നത് പരിശുദ്ധ അമ്മയാ. അപ്പൊ ഈ കൃപാവരവും തീഷ്ണതയും നിറഞ്ഞ കുടുംബനാഥൻ, അപ്പൻ, അമ്മ, കൃപാവരവും തീഷ്ണതയും നിറഞ്ഞ യുവാവ്, യുവതി, അവർ ഏത് സ്ഥാപനത്തിൽ നിന്നാലും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞല്ലേ, ജോസഫിനെ ഓർത്ത് പൊത്തിഫറിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗം. ജോസഫിനെ ഓർത്ത് പൊത്തിഫറിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ജോസഫ് ഒരു അനുഗ്രഹമായി മാറി. കൃപാവരവും തീഷ്ണതയുള്ളവനാണ്. പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, അടിമയായിട്ട് വിൽക്കപ്പെട്ടു, പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് ചെന്നു. പക്ഷേ കൃപാവരവും തീഷ്ണതയുള്ളത് കൊണ്ട് അവൻ ഇരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. വാഗ്ദാന പേടകം കൊണ്ടുവച്ചു. എന്താണ്? ദാവീദ് രാജാവ് കൊണ്ടുവരുമ്പോൾ അത് ഉസിയ പെട്ടെന്ന് അതിനെ സ്പർശിച്ചവൻ മരിച്ചു വീണപ്പോൾ ഭയന്ന് ഈ ദാവീദ് വാഗ്ദാന പേടകം ഒരു സ്ഥലത്ത് വെച്ചു. അപ്പൊ ഈ വാഗ്ദാന പേടകം ഇരുന്നിടത്ത് അനുഗ്രഹം ഉണ്ടായി തുടങ്ങി. ഇതുപോലെ കൃപാവരവും തീഷ്ണതയുള്ള ആളുകൾ എവിടെയുണ്ടോ അവിടെ ദൈവം അതിനെ ശക്തിപ്പെടുത്താൻ തുടങ്ങും. അവരെങ്ങനെയാണ്? സ്വർഗം പറയുകയാണ്, അവരെങ്ങനെയാണ്? പരിശുദ്ധ കന്മയോടുള്ള ഭക്തിയിൽ അവർ അദ്വൈതരായിരിക്കും. അപ്പൊ എന്താണ് ഈ യുഗാന്ത്യ സഭയില് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്നാണ്? അവർ അദ്വിതീയരായിരിക്കും, അവർ ശരിക്കും ശക്തിയുള്ളവരായിരിക്കും. അവളുടെ പ്രകാശത്താൽ അവർ പ്രശോഭിതരായിത്തീരും. പരിശുദ്ധ അമ്മയുടെ പ്രകാശത്താൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നവർ എന്ത് ചെയ്തു? മരിയ ഭക്തി, അവർ പ്രശോഭിതരായിത്തീരും. മൂന്നാമത്തെ കാര്യം പറയാണ്, അവളുടെ പരിപോഷണത്താൽ അവർ ശക്തരാകും. അവൾ വളർത്തുന്നത് കൊണ്ട്, ഈ അമ്മ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നത് കൊണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ഭക്ഷണം കൊടുക്കുന്നവരല്ലേ, നമുക്കറിയാം, നമ്മുടെ സ്വന്തം അമ്മയുടെ അടുക്കൽ പോയി ഭക്ഷണം കഴിക്കും. ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കും.
വേറെ എവിടെ ചെന്ന് കഴിക്കുന്നേക്കാളും ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ അത് തന്നെ അനുഭവം ഉള്ളത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റെല്ലായിടത്തേക്കാളും സ്വാതന്ത്ര്യത്തോടെ. അപ്പോൾ അവർ പറഞ്ഞെന്താ, അമ്മമാർ പറഞ്ഞെന്താ, മറ്റെവിടെ ചെന്നാലും നിനക്ക് ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ സ്വാതന്ത്ര്യത്തോടെ. അത് നമ്മുടെ വീട്ടിൽ വരുമ്പോഴല്ലേ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാനും ഉണ്ടാക്കി ചെയ്യാനും പറ്റുള്ളൂ. അത് ശരിയല്ലേ? ഒരു സ്ഥലത്തിൽ ഹോട്ടലിൽ ചെന്നിട്ട് അത് പറ്റുമോ? അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ ചെന്നിട്ടോ വേറെ സ്ഥലത്ത് ചെന്നിട്ട് പറ്റുമോ? അപ്പോൾ സ്വന്തം അമ്മയുടെ പരിപോഷണത്താൽ അവർ ശക്തരായിത്തീരും. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അവർ ശക്തരായിത്തീരും. 4-ാമത്തെ കാര്യം പറയാണ്, അവളുടെ ചൈതന്യത്താൽ അവർ നയിക്കപ്പെടും. അതാണ് ഈ കാലഘട്ടങ്ങളിൽ, അന്ത്യകാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധരെ പരിശുദ്ധമ്മ ഓർക്കുന്നതാണല്ലോ, അവളുടെ ചൈതന്യത്താൽ അവർ നയിക്കപ്പെടും. മരിയഭക്തി മാതാവിൻ്റെ ചൈതന്യത്താൽ അവർ നയിക്കപ്പെടും. പിന്നെ അവളുടെ ബലിഷ്ഠ കരങ്ങൾ അവരെ താങ്ങും. ഏത് പ്രതിസന്ധികൾക്കിടയിലും അവൾ അവിടെ. അതാണ് മറിയം 1981 ഈ ജോൺ പോൾ പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ അലിയക്ക എന്ന് പറയുന്ന ആ മത തീവ്രവാദി ഒരു ഭ്രാന്തമായ ആവേശം കൊണ്ട് മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തപ്പോൾ ചിത്രകാരൻ പകർത്തിയ ചിത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നില്ലേ, പരിശുദ്ധ അമ്മ മാതാവിനോട് ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന കാഴ്ച. കാരണം എന്താണ്? അവളുടെ ബലിഷ്ഠ കരത്താൽ അവൾ താങ്ങും. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപകടത്തിന്റെ സമയത്ത് ഒറ്റ വിളിയാ മാതാവേ എന്ന്, എൻ്റെ അമ്മയെന്ന്. ഒരുപാട് പേർക്ക് ആശ്രയമായ ഒരു സുഹൃതയ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. കാരണം ഈ ബലിഷ്ഠ കരത്താൽ അവൾ താങ്ങും. ഇത് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാറയാണ് പരിശുദ്ധ അമ്മ. അഭയ നഗരം 87-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 87-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറഞ്ഞു വെക്കുകയാണ്, ഈ സിയോൻ ജനതയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുക, യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെക്കാളും സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പകർന്നു. അവിടുന്ന് വിശുദ്ധ നഗരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നഗരമേ നിന്നെ, ദൈവത്തിൻ്റെ നഗരം പരിശുദ്ധം അറിയുമെന്ന പല വിശുദ്ധർ പറഞ്ഞു. അതുകൊണ്ട് ബലിഷ്ഠമായ കരത്താൽ അവരെ താങ്ങും. അവളുടെ സംരക്ഷണത്തിൽ അവർ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ചൊല്ലുന്ന ഭവനങ്ങൾ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത് ഭയങ്കരമാണ് സഭയെ ഒരുക്കുന്ന, അനേകം വിശുദ്ധരെ ശക്തരാക്കുന്ന. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങൾ. ഒന്നാണ്, അവരെന്ത് ചെയ്യണം? അവർ അദ്വിതീയരായിരിക്കും, പ്രകാശത്തിൽ അവർ പ്രശോഭിതരാകും, അവർ ശക്തരാകും, അവർ നയിക്കപ്പെടും, അവർ ബലിഷ്ഠ കരങ്ങൾ അവരെ താങ്ങും, സംരക്ഷണത്തിൽ അവർ സുരക്ഷിതരായിരിക്കും. ഒരു കരം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മറുകരം കൊണ്ട് അവർ പണിതുയർത്തും. അങ്ങനെ ഒരു വലിയ കൃപ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയാണ്, ദൈവനിശ്ചയക്കാരം അന്ത്യകാലഘട്ടങ്ങളിൽ ഓർക്കണം, മറിയം വഴി ആരംഭിച്ച ലോക പരിത്രാണ കർമ്മം മറിയം വഴി തന്നെ പൂർത്തിയാകും. ഹല്ലേലൂയ, അത് ഉറച്ചു വിശ്വസിക്കണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. മറിയം വഴിയാണ് രക്ഷകന്റെ വരവ് ലോകത്തിലേക്കുണ്ടായത്. മറിയത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കൃപാവര പൂർണ്ണതയായ അമ്മയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടെന്നറിയോ, ഈ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ ലോകത്തിൻ്റെ പരിത്രാണ കർമ്മവും മറിയം വഴിയാണ് പൂർത്തിയാകുക. നിങ്ങളതിനെ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലേലും അതാണ് സഭ പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനങ്ങളിൽ എന്താ പറയുക, മറിയത്തെ ആദ്യ സമയത്ത് ക്രിസ്തുവിൻ്റെ അവതരണ സമയത്ത് അവൻ മനുഷ്യനായി അവതരിച്ച സമയത്ത് മനുഷ്യർ അമിതമായും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതിഗാഠമായും അവളിലേക്ക് ആകർഷിക്കപ്പെട്ടേനെ. അതുകൊണ്ട് എന്ത് ചെയ്തു? മറയ്ക്കപ്പെട്ടിരുന്നു. ഇപ്പോഴെന്താണ്? അവൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം ശിഷ്യന്മാർ ഈ വചനം പ്രസംഗിച്ചു. എവിടെയും കരിസ്മാറ്റിക്കിൻ്റെ നവീകരണങ്ങൾ വലിയ കൊടുങ്കാറ്റ് പോലെ ദൈവവചനം വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്ന് ഒരുപാട് മാധ്യമങ്ങളിലൂടെ എല്ലാം വചനം ഇന്ന് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനെല്ലാം ഒരുക്കുന്ന ആരാണ്? പരിശുദ്ധ അമ്മ ഒരുക്കുകയാണ്. ഇവിടെ എല്ലാം ഒരുപാട് മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ. എന്നിട്ട് പറയാണ്, അവൾക്ക് നൽകിയിരിക്കുന്ന ബാഹ്യമായ രൂപലാവണ്യം അത്ര വിശിഷ്ടമായിരുന്നു. വിശ്വാസം മറിച്ചു പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അതുല്യമായ സൗന്ദര്യം, അവളെ നിഗൂഢമായ വശ്യതയും ഒരു ദേവതയായി പോലും കണക്കാക്കി എന്ന് പറഞ്ഞത്. അതായത് പരിശുദ്ധ മറിയത്തെ, തൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തെ സ്വർഗം എന്ത് ചെയ്തു? ബാഹ്യലോകത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മറച്ചു വെച്ചു. എന്നാൽ ഇന്ന് അപ്രകാരം അറിയപ്പെടാതിരിക്കാൻ ഒരു കാരണവുമില്ല. മറിയം അറിയപ്പെട്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പരിശുദ്ധ അമ്മ പിശാചിനും അവൻ്റെ സൈന്യങ്ങൾക്കും എതിരുമായി പോരാടാൻ യുദ്ധക്കളത്തിൽ പൊരുതുന്ന ഒരു വലിയ വമ്പിച്ച സൈന്യനിരയെ.
മറിയം പ്രത്യേകിച്ച് അന്ത്യകാലഘട്ടങ്ങളിൽ സുശയാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വശത്ത് പിശാച് പല രീതിയിൽ എല്ലാ മാസവും നമ്മൾ പറഞ്ഞില്ലേ 13-ാം തീയതി ലോകത്തിൽ ബ്ലാക്ക് മാസുകൾ, പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. അനേകം ആത്മാക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഈ ബ്ലാക്ക് മാസുകൾ, കറുത്ത കുർബാനകൾ ആ ദിവസം പ്രത്യേകം തിരഞ്ഞെടുത്ത് നടത്തുന്നു. എന്നാലോ ലോകത്തിൽ ഒരുപാട് സ്ഥലത്ത് ആ ദിവസം 13-ാം തീയതി മരിയൻ ദിനമായിട്ട് ആചരിക്കുന്നു. എൻ്റെയും നെടുങ്കണ്ടം കരുണ ധ്യാന കേന്ദ്രത്തിൽ ഇടുക്കിയിൽ എല്ലാ മാസം 13-ാം തീയതി രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ അഖണ്ഡ ജപമാലയാണ്. ഇതൊന്നും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവിലൊന്നും ആരംഭിച്ചില്ല. അന്ന് മാതാവിൻ്റെ ദിവസമാണ്, ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണല്ലോ 13 എന്ന് കരുതി. പക്ഷേ പിന്നീട് പല അറിവുകളും കേടുമല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത കുർബാന അർപ്പിക്കുന്നത്, എല്ലാ മാസവും സഭയെ തകർക്കാൻ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തകർക്കാൻ പൈശാചിക ശക്തികൾ ഒരുമിച്ച് കൂടി പ്രത്യേകം ആരാധന നടത്തുന്ന ദിവസമാണ് 13-ാം തീയതി. അന്നാണ് പരിശുദ്ധ അമ്മയുടെ ദിവസം. ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഹോട്ടലിൽ ചെന്നാൽ 12 കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ പിന്നെ 13 ഇല്ല. 13 ഒരു മോശ സംഖ്യയായിട്ട് കണ്ടേക്കുക. 13 എന്തോ ഒരു മോശമായ രീതിയിൽ ഐശ്വര്യമില്ലാത്തൊരു ദിവസമായിട്ട് കാരണം അങ്ങനെ ചെന്ന്. പക്ഷേ പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ പരിശുദ്ധ പിതാവിന് വെടിയേറ്റത്, അല്ലെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ പല സംഭവങ്ങൾ, ഫാത്തിമ ദർശനങ്ങളൊക്കെ. ഞാൻ ഡേറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയില്ല. ഈ പരിശുദ്ധ അമ്മയുടെ ഈ അന്ത്യകാലഘട്ടങ്ങളിൽ സുശക്തരാണ്. പൂർവ്വകാലങ്ങളിൽ അപേക്ഷിച്ച്, പണ്ടത്തേക്കാൾ അപേക്ഷിച്ച് ആത്മാക്കളെ നശിപ്പിക്കാൻ തനിക്ക് കിട്ടുന്ന സമയം ചുരുക്കമാണെന്നറിയാവുന്ന പിശാച് ഒരുപാട് പേരെ മദ്യത്തിന്, മയക്കുമരുന്നിന്, പാപത്തിന്, അതായത് പകർച്ചവ്യാധി പോലെ പെരുകിയ ജഡിക പാപങ്ങൾ, ആത്മീയ മന്ദത ജനിപ്പിക്കുന്ന തരത്തിലുള്ള നിരാശ കലർന്ന ജീവിത വ്യഗ്രത കയറിയിട്ട് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വചനം വായിക്കാനും വീട്ടുകാരോടൊപ്പം ഇരിക്കാനും സമയമില്ലാത്ത അവസ്ഥ. ഇത് അടയാളങ്ങളായത്. പിന്നെ എന്താണ്? മദ്യാസക്തി, ഒരുപാട് തരത്തിലുള്ള തിന്മകൾ, ലഹരിയുടെ ഉപയോഗങ്ങൾ. ഇപ്പം മുമ്പത്തേക്കാൾ കൊള്ളിപ്പോയി ഒഴിക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കൾക്ക്, കാരണവന്മാർക്കൊക്കെ അറിയാം, മുമ്പൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥയല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഇത്? സമയം വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതിന് തെളിവ്. പുത്രന്റെ 2ാമത്തെ വരവിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണെന്ന് പരിശുദ്ധ അമ്മ പലയിടങ്ങളിലും പ്രതിഷ്ഠപ്പെട്ട് പറയുന്നുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത്, പീഡനങ്ങൾ അവരെ ഇരട്ടിയായി ശക്തിപ്പെടുത്തും. അപ്പൊ എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിന്റെ ആഗമനം വരെ പിശാചിന്റെ മർദ്ദനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരും. പക്ഷെ ദൈവം ഭൗമികമായ പറുദീസയിൽ വെച്ച് സർപ്പത്തിനായി ഉച്ചരിച്ച പ്രഥമവും പ്രധാനമായ പ്രവചനവും ശാപത്തിനു വേണ്ടിയാണ്. അതായത് നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൾ നിന്റെ തല തകർക്കും, നീ അവളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒറ്റ ശത്രുതയെ ദൈവം ഒഴിവാക്കിയിട്ടുള്ളൂ. ഒറ്റ ശത്രുതയെ ദൈവം ഒരുക്കിയിട്ടുള്ളൂ. എന്താണ് അത്? രഞ്ജിപ്പ് സാധ്യമല്ലാത്തതും അവസാനിക്കാത്തതുമായ ഒരു ശത്രുത. കാരണം അത് മറിയവും പിശാചും തമ്മിലും, അവളുടെ ദാസരും സന്താനങ്ങളും തമ്മിലുള്ള ഒരു ശത്രുത. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ മറിയത്തിൻ്റെ വിനയം പിശാചിനെ ഭയപ്പെടുത്തുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് മറിയം എന്ന് പറഞ്ഞാൽ, സ്ത്രീകളിൽ, മനുഷ്യരിൽ ഇതുപോലെ കൃപാവര പൂർണ്ണതയില്ല, ഇതുപോലെ ദൈവത്തോട് കൂടെ ജീവിച്ചവളില്ല. 33 വർഷം മുഴുവൻ ഈശോടൊപ്പം ജീവിച്ചവള്. ഇത്രയും ആർക്കാണ് ഒരു അനുഭവം ഉള്ളത്? ഇത്രയും ആരാണ് ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്തവള്? ഇത്രമാത്രം വിധേയപ്പെട്ടവൾ വേറെ ആരാണ്? അതുകൊണ്ട് ഈ മറിയത്തിൻ്റെ എളിമ, മറിയത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മുഴുവൻ, അവൾ പൂർണ്ണമായിട്ടും മറിയത്തിൻ്റെത്. ഇപ്പം ജോൺ പോൾ പാപ്പ നമ്മൾ തിരുനാൾ ആചരിക്കുന്നവരാണ്, മറിയമേ ഞാൻ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ നീ ഏറ്റവും എളുപ്പമാണ് ക്രിസ്തുവായി തീരാൻ, ക്രിസ്തുവിനോട് ചേരാൻ. നീ മറിയത്തിൻ്റെതായി തീരുക. അവിടെ കൊണ്ട് തീരുമല്ല, മറിയത്തിൽ നിന്ന് ഈശോയിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കത് വളരെ ശക്തമായിട്ടുള്ള ഒരു വലിയൊരു കൃപയായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള ഒരു അഭിഷേകത്താൽ മാറണം. മാതൃഭക്തി. അന്ത്യകാലങ്ങളിൽ തൻ്റെ പരിശുദ്ധ മാതാവായ മറിയം പൂർവാധികം അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലഘട്ടങ്ങളിൽ മറിയം അറിയപ്പെടാൻ, പൂർവാധികം സ്നേഹിക്കപ്പെടാൻ, ബഹുമാനിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? അവൻ അവളുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും കൊടുങ്കാറ്റെയും കൊള്ളക്കാരെയും മറികടന്ന് സുരക്ഷിതരായി എത്തിച്ചേരാൻ നമുക്കുള്ള ഒരു ഉറപ്പുള്ള പാറ, ശക്തമായ രീതിയിൽ നടക്കാൻ പറ്റുന്ന ഒരു നൗക, ഉറപ്പായിട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കാറും കോളും കോളിളക്കങ്ങളും തിരമാലകളും നിറഞ്ഞ ലോകത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള ഇത്. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ ഒരു പ്രാർത്ഥന നമുക്കറിയാം. ഫെബ്രുവരി 1951 ഫെബ്രുവരി മാസം 11 പരിശുദ്ധ അമ്മ
ഇങ്ങനെ ഒരു പ്രത്യക്ഷപ്പെട്ടുണ്ട്. അവർ ലേഡി ഓഫ് ഓൾ നേഷൻസ് ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്താണ്, ഈഡ പീഡർമാൻ എന്ന സ്ത്രീക്ക് പലതവണ, അതായത് 65 ദർശനങ്ങൾ നൽകിയിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞാണ്, ഞാൻ സകല ജനപദങ്ങളുടെയും നാഥയാണ്. ഈ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സകല ജനപദങ്ങളുടെയും നാഥ നമ്മുടെ അഭിഭാഷകയായിരിക്കട്ടെ, നമ്മുടെ അഡ്വക്കേറ്റ് ആയിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പോലെ ഈ മറിയം നമ്മളുടെ അഭിഭാഷകയായിരിക്കട്ടെ. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, പാപികളുടെ സങ്കേതം, രോഗികളുടെ ആശ്രയം, പീഡിതരുടെ ആശ്വാസം, പ്രത്യാശയുടെ മാതാവ്, ദൈവകരുണയുടെ മാതാവ്, കുടിയേറ്റക്കാരുടെ ആശ്വാസം. ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാം ലുത്തനിയ എല്ലാം വീണ്ടും ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവൾ പറയുകയാണ്, ഈ അന്ത്യകാലത്തെ യഥാർത്ഥ പ്രേക്ഷിതരായിരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ ശത്രുക്കൾ കൈയടക്കിയിരിക്കുന്ന കൊള്ള മുതൽ മഹത്വത്തോടെ സ്വന്തമാക്കാനും ആവശ്യമായ ശക്തിയും വാക്പ്രാടവും സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് നൽകും. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടങ്ങളിലെ കർത്താവിൻ്റെ ഈ രണ്ടാമത്തെ യുഗാന്ത്യത്തിൽ രണ്ടാം വരവിനായിട്ട് സഭയെ ഒരുക്കുമ്പോൾ മരിയ ഭക്തരെ, പരിശുദ്ധ അമ്മയുടെ, മരിയ ഭക്തർ എന്ന് പറയുമ്പോഴും ഒറ്റ കാര്യം ഓർക്കണം, അത് മാതാവിനോട് മാത്രമല്ല, സഭയോട് ചേർന്ന് പാറമേൽ സ്ഥാപിതമായ, ദൈവവചനം പാലിക്കുന്ന സഭയോട് ചേർന്ന് പാറമേൽ സ്ഥാപിതമായിരിക്കുന്നവർ. മരിയഭക്തിയുണ്ട്, മാതാവിനോട് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് സഭയില്ലാതെ പോകുന്ന പല സെക്റ്റുകൾ, പല ഗ്രൂപ്പുകളുണ്ട്. അത് അപകടം പിടിച്ച യാത്രയാണ്. അത് മുന്നോട്ടൊരു ഇതല്ല. കാരണം എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജ്ഞാനം ഇല്ലാത്തൊരവസ്ഥ. ഒരു മരിയഭക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അത് മരിയഭക്തി ഉണ്ടെങ്കിൽ സഭയോട് ചേർന്ന് ഉറച്ച പാറമേൽ, ഞാൻ വീണ്ടും ആദ്യം തുടങ്ങിയെടുത്ത് അവസാനിപ്പിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. അത് ഉറച്ച പാറ, വചനം കേൾക്കുക, അനുസരിക്കുക, അവ ശ്രവിക്കുക, അത് പാറമേൽ പണിയുക, അതൊരിക്കലും തകരാതിരിക്കുക. അതെന്താണ്? സഭയിൽ സ്ഥാപിതമായത്. ഈ മറിയത്തിലൂടെ എന്ന് പറയുമ്പോൾ സ്വർണവും വെള്ളിയും കൂടാതെ അവർ ഉറങ്ങും. അതായത് അവർ ഒരു സ്ഥലത്തും ഒരു ഭയം ഉണ്ടാകില്ല. അതുകൊണ്ട് ദാരിദ്ര്യത്തിലും എളിമയിലും ഉപവയിലും ലോകത്തിലുള്ള എല്ലാത്തിനോടുള്ള വെറുപ്പിൽ അവർ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരും. അതുകൊണ്ട് രണ്ടാം വരവിനായി തൻ്റെ പ്രിയപ്പെട്ട സഭയെയും തൻ്റെ മക്കളെയും വിശുദ്ധരെയും ഒരുക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൈപിടിക്കുന്നത്, അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള കോട്ടയും അഭയ നഗരവുമാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് വലിയൊരു മാധ്യസ്ഥതാൽ ഈശോയിലേക്ക് എത്തിച്ചേരാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി യാക്കോബ് കാണുന്ന ഗോവണി പോലെ കണ്ടു. ആ ഗോവണിയുടെ അറ്റത്ത് മുകളിൽ സ്വർഗത്തിൽ അമ്മ ഇരിക്കുന്നുണ്ട്. എല്ലാ മക്കളെയും ആ ഗോവണിയിലൂടെ, അമ്മയാകുന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് രണ്ടാം വരവിനായിരിക്കുമ്പോൾ ഈ അമ്മ മാതാവിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ മറിയത്തിൻ്റെ ശുശ്രൂഷയിലൂടെ മറിയത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിൽ നിന്ന് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് പോവുകയാണ്. കാരണം അത് കുടുംബങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഇവിടെയെല്ലാം ഇരുന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ മറിയത്തെ മുഖം ധ്യാനിച്ചുകൊണ്ട്, മറിയത്തിലൂടെ കടന്നു വന്ന ക്രിസ്തീയ ദിവ്യരഹസ്യങ്ങൾ അത് മുഴുവൻ ധ്യാനിച്ച് ഈശോയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് പോകാം. അപൂർണത, സഭയുടെ പൂർണ്ണത, പരിശുദ്ധ കുർബാന. അതാ പറഞ്ഞത്, അവർ രാത്രി തലേദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു, ദൈവവചനം കേട്ടു, അതിനുശേഷം വിശ്രമിച്ചു. രാവിലെ അവരെല്ലാവരും ദേവാലയത്തിൽ എത്തിച്ചേർന്നു. എന്ന് പറഞ്ഞ പോലെ തലേദിവസം ജപമാലയൊക്കെ ചൊല്ലി കുടുംബം ഒരുങ്ങി പിറ്റേ ദിവസത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് എത്തിച്ചേരുക. മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, സ്വർഗത്തിലെത്തിച്ചേരാൻ അമ്മ മാതാവ് ഈ രണ്ടാം വരവിൻ്റെ കാലഘട്ടങ്ങളിൽ യുഗാന്ത്യ സഭയിൽ അമ്മ നമുക്ക് വലിയൊരു ശക്തമായ കോട്ടയും ഉറപ്പുള്ള മാർഗവും ആയി തീരാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ
മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ, നീയല്ലോ ശരീരങ്ങൾ ഉയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു, അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ നാഥനെ ആരാധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും സാഹചര്യങ്ങളെയൊക്കെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കാരണം സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് തൻ്റെ മക്കളുടെ ആത്മരക്ഷ ഉറപ്പിക്കുക, തൻ്റെ ഒരു മകനും മകളും നശിച്ചു പോകാതിരിക്കുക. പലതരത്തിലുള്ള ബലഹീനതകളും കുറവുകളും പ്രലോഭനങ്ങളും ഒക്കെയുണ്ട് എല്ലാവർക്കും, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങളൊക്കെ. നമ്മൾ പറഞ്ഞതുപോലെ കാറ്റടിക്കുന്നതും വെള്ളപ്പൊക്കമുണ്ടാകുന്നതും കൊടുങ്കാറ്റ് വീശുന്നതും ഒക്കെ മഴ പെയ്യുന്നതുമായ സാഹചര്യങ്ങൾ എല്ലാ ജീവിതങ്ങളിലും ഉണ്ട്. പക്ഷേ അവയൊന്നും തകർന്നു പോകരുത്. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോ പറയണം, വഴിതെറ്റാത്ത ഒരു അഭയത്തിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് വരണം. ഈശോയെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജനം, എന്നെ ആരാധിക്കുന്ന ജനം. അവർ ഈ മലയിലും ആ മലയിലും ഒന്നുമല്ല, യഥാർത്ഥത്തിലുള്ള ആരാധന, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് കടന്നു വരണം. ഈ പരിശുദ്ധ മറിയം ഒരിക്കലും ഈശോയിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ഒരമ്മയല്ല, ഈശോയിലേക്ക് മാത്രം എത്തിക്കുന്ന അമ്മ. അഭയ നഗരം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നഗരം, വാഗ്ദാന പേടകം എന്നൊക്കെ അവളെ വിളിക്കുന്നുണ്ടെങ്കിൽ
ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ഈശോയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ, ഈ ഉറച്ച പാറമേൽ സ്ഥാപിതമായില്ലെങ്കിൽ തകർച്ച നിശ്ചയമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ഈശോയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. തകരുന്ന എല്ലാ കുടുംബങ്ങളെ, വ്യക്തികളെ ഓർക്കാം. ഒരുപാട് തകർച്ചകൾ നേരിടുന്ന സഭയുടെ ഈ കാലഘട്ടങ്ങളിലുള്ള പല പ്രവർത്തനങ്ങളെയും, പല ഇടവുകൾ, പല രീതികൾ, പല പ്രവർത്തനങ്ങൾ, പല തീരുമാനങ്ങൾ, പല പഠനങ്ങൾ, അനുസരണക്കേടുകൾ എല്ലാം ഈശോയുടെ സന്നിധിയിൽ ഉയർത്തേണ്ട, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട മേഖലകളാണ്. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സഭയെ അമ്മയെ കാത്തുകൊള്ളണമേ. ഈശോയുടെ അമ്മയെ, സഭയെ പ്രത്യേകം കാത്തുകൊള്ളാൻ അമ്മ മാതാവ്, ദൈവമക്കൾ വഴിതെറ്റി പോകുന്ന തെറ്റായ പ്രബോധനങ്ങൾ, പഠനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമ്മയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട്, അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് വലിയ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഓർക്കാം. ഈ രണ്ടാം വരവിനായിട്ട് പരിശുദ്ധ അമ്മയെ ലോകമൊരുക്കുമ്പോൾ അനേകം വിശുദ്ധർക്ക് അമ്മയൊരു വലിയ താങ്ങും തണലുമായിരിക്കട്ടെ, അഭയമുള്ള നഗരമായിരിക്കട്ടെ, ഉറപ്പുള്ള പാറയായിരിക്കട്ടെ. ഈ ദിവ്യകാരുണ്യത്തിൽ അഭയം തേടുവാൻ എല്ലാ മക്കൾക്കും വലിയ ശക്തിയും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊപ്പം നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊപ്പം നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊപ്പം നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം. ഒറ്റ വിളിസോയേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ സ്നേഹത്തോടും ഭക്തിയോടും ആദരവോടും കൂടി ആയിരിക്കുമ്പോൾ മാലാഖമാർ പോലും ഭയക്കുന്ന നാമം യേശു എന്ന നാമം. ആ യേശുനാമത്തെ ഏറ്റവും കൂടുതൽ ഉരുവിട്ടുകൊണ്ടിരുന്ന, ധ്യാനിച്ചുകൊണ്ടിരുന്ന അമ്മ മാതാവ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ നാമം അല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞത്. ഈ നാമം ആദ്യമായി കേട്ടത്, ഈ നാമമായിരിക്കും അവൻ്റെ നാമം എന്ന് കേട്ടത്. ഇവൻ അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും, വിവാദ വിഷയമായ അടയാളമായിരിക്കും എന്നെല്ലാം തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അമ്മയ്ക്കറിയാം ഇവൻ്റെ നാമത്തിൽ എവിടെയെല്ലാം പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടോ, ഇവൻ്റെ നാമത്തിൽ എവിടെയെല്ലാം ആരാധന നടക്കുന്നുണ്ടോ, അവൻ്റെ നാമത്തെ എവിടെയെല്ലാം മഹത്വപ്പെടുത്തുന്നുണ്ടോ, അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെയെല്ലാം വലിയ അടയാളങ്ങൾ ഉണ്ടാകും.
അതുകൊണ്ട് പിശാചിനെ അറിയാം. അതാണ് അവൾ എന്ത് ചെയ്തു? ഒരു ശത്രുത ഉണ്ടാക്കണം സ്ത്രീയും അവളുടെ സന്തതിയും തമ്മിൽ, അവളുടെ സന്താനങ്ങളും തമ്മിൽ, മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് വലിയൊരു യുദ്ധം ഈ കാലഘട്ടങ്ങളിലുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്തിമ വിജയം സ്വർഗത്തിൻ്റെതാണ്, പരിശുദ്ധ അമ്മയുടേതാണ്. കാരണം ഈ കുതികാലിന് മുറിവേൽപ്പിക്കുന്ന അന്ത്യകാലങ്ങളിൽ ഒരുപാട് പേര് നരകത്തിൻ്റെ മേലുള്ള മറിയത്തിൻ്റെ അധികാരം പൂർവാധികം പ്രശോഭിക്കും. ഒരു കാര്യം ഉറപ്പാണ്, മറിയം ഈ അന്തിമ വിജയം തൻ്റെ മക്കളെ നേടിയെടുക്കാൻ, മരിയ ഭക്തരെ ശുദ്ധീകരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കെണികൾ പിശാച് ഒരുക്കും. അതാണ് കെണി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, ലൂക്കാ സുവിശേഷം 21:14 മുതൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രതയുടെ കെണികൾ. അത് മനസ്സ് ദുർബലമായ ഒരു നിമിഷം നശിച്ചു പോകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് സദാ പ്രാർത്ഥിക്കണം, ജാഗരൂകരായിരിക്കണം, ഈശോയുടെ സന്നിധിയിൽ ഇരിക്കണം, പ്രഭാതത്തിൽ കർത്താവിനെ തേടണം, ഈശോയെ ആരാധിക്കണം, യേശുനാമം ഉച്ചരിക്കണം. നെറ്റിയിൽ കുരിശടയാളമിട്ടും കുരിശുരൂപം ധരിച്ചും ജപമാല കരങ്ങളിൽ എന്തിയും എന്ന് പറഞ്ഞ ഇടത് കൈയിൽ ജപമാല, വലത് കരത്തിൽ കുരിശിന്റെ രൂപം. അങ്ങനെ ഒരു മുന്നേറ്റം നടത്തുക. അതാണ് ഭയപ്പെടുന്ന പിശാച് ഭയപ്പെടുന്നതാണ് കുരിശ്. ഈശോയുടെ കുരിശിനെ അവൻ ഭയപ്പെടുന്നു, ഈശോയുടെ നാമം ഭയപ്പെടുന്നു, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഭയപ്പെടുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ വരവിൽ ഒരൊറ്റ ആത്മാവ് പോലും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആരും നശിച്ചു പോകാൻ ഇടയാകരുത്. അതായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയൊരു ലക്ഷ്യം, ഒറ്റ ആത്മാവ് നശിച്ചു പോകാതെ. കാരണം മനുഷ്യ ജീവിതത്തിൽ തൻ്റെ വിനീത അടിമകൾക്ക് മക്കൾക്കും എതിരായി പിശാച് കെണിയൊരുക്കും. അവനോട് യുദ്ധം ചെയ്യാൻ മറിയം പ്രാപ്തരാക്കിയ തൻ്റെ വിനീത അടിമകൾക്കും അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് തകർക്കാൻ പിശാച് വഴിയൊരുക്കും. ഈശോയിൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും ആശ്രയിക്കരുത്. മനുഷ്യനിലോ പ്രഭുക്കന്മാരിലോ അധികാരികളിലോ ഒന്നും നിങ്ങൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ആശ്രയം എൻ്റെ കർത്താവിൽ മാത്രം, ഈശോയിൽ മാത്രമാണ് ശരണപ്പെടേണ്ടത്. കാരണം ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കാലഘട്ടമാണ്. ഈ ദൈവകരുണയുടെ അമ്മ പറയാണ്, എല്ലാ മക്കളെയും ഒരു കാര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മക്കൾ എപ്പോഴും സമ്പന്നരായിരിക്കും. ഈ രണ്ടാം വരവിൻ്റെ കാലഘട്ടങ്ങളിൽ മരിയൻ സൈന്യത്തെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരെ ഒരുക്കുമ്പോൾ ഒരു കാര്യത്തിൽ അവർ സമ്പന്നരായിരിക്കും. വിശുദ്ധിയാൽ അവർ ദൈവസന്നിധിയിൽ സമ്പന്നരായിരിക്കും, ഉത്കൃഷ്ടരായിത്തീരും. സജീവ തീഷ്ണതയിൽ വെച്ച് മറ്റെല്ലാവരേക്കാളും അവർ ഉന്നതരായിത്തീരും. ദൈവസഹായം അവരെ ശക്തരാക്കും. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് ആരാധിച്ചെന്ന് പറയോ, അവർ ദൈവസഹായത്താൽ അവർ ശക്തരാകും. ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം വഴി അവർ എന്ത് ചെയ്യുന്നു? ശക്തരാകും. വിനയമാകുന്ന കുതികാല് കൊണ്ട് പിശാചിന്റെ തല തകർക്കും. എന്നിട്ട് എന്താണ്? പിശാചിന്റെ തല തകർക്കുമ്പോൾ ഈശോയെ, ഈ ദിവ്യകാരുണ്യനാഥനെ വിജയശ്രീ ലാളിതാനാക്കാനായിട്ട് നമുക്ക് കഴിയും. ഈശോയെ വിജയശ്രീ ലാളിതനാക്കാൻ എന്ന് പറഞ്ഞാൽ കർത്താവ് പരാജയപ്പെടാൻ ഈ പരിശുദ്ധ അമ്മ എന്ന് പറയോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദൗത്യം എന്താ? തൻ്റെ പ്രിയപ്പെട്ട മകൻ പരാജയപ്പെടാൻ അമ്മ സമ്മതിക്കുമോ? അതാണ് പറഞ്ഞത്, എപ്പോഴും ജെറുസലേമിന്റെ സംരക്ഷണം പറഞ്ഞത് പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിൽക്കുന്ന ഇതാണ് ജെറുസലേമിലെ അമ്മയുടെ സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ അമ്മ ഈ പുത്രനെ വിജയശ്രീ ലാളിതനാക്കാനായിട്ട് പരിശ്രമിക്കും. അതുകൊണ്ട് അതിൽ നിന്നെതിരായിട്ട് വരുന്ന സകല ആക്രമണങ്ങളെയും ഈ അമ്മ നേരിടും. പരുന്തിൽ നിന്ന്, പ്രാപ്പിടിയിൽ നിന്ന്, മറ്റു തലത്തിലുള്ള ജീവികളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു തള്ളക്കോഴി എത്രമാത്രം ശ്രമിക്കുന്നു. ഇവിടെ ഒരു മകന്റെ ആത്മാവ് നശിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഭൂമിയിലെ അമ്മമാർക്ക് പോലും എപ്പോഴും സങ്കടവും പരാതിയും പ്രാർത്ഥനകളുമായിട്ട് ധ്യാന കേന്ദ്രങ്ങളിലൂടെയും ആരാധന സ്ഥലങ്ങളിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൂടെയും ചെല്ലുന്നവരാ കൂടുതലും അമ്മമാരാ. കാരണം എങ്ങനെയെങ്കിലും ഈ മകന്റെ, മകളുടെ, ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ, പ്രിയപ്പെട്ടവരുടെ ഒക്കെ ആത്മരക്ഷ ഉറപ്പിക്കാൻ ഈ അമ്മ വ്യഗ്രതയാണ്. അവിടെ എന്താണ്? അമ്മയിലൂടെ ഈശോ വിജയിക്കുന്നു. ഈശോയുടെ സന്തോഷം ഒരാൾ നശിച്ചു പോകാതെ ഇരിക്കണമെന്നുള്ള സ്വർഗത്തിൻ്റെ ആഗ്രഹം, സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഈ അമ്മ ഈ ദൗത്യം ഏറ്റെടുത്ത് സ്വർഗീയ സൈന്യാധിപയായി
ഈ ലോകത്തിന്റെ അധിപതിയായി ഈ അമ്മ ഇന്ന് നമ്മൾ വിജയശ്രീലാകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച്. സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേര് തെളിക്കാൻ. സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേര് തെളിക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ നിന്നും തറയ്ക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ നിന്നും തറയ്ക്കാൻ. സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേര് തെളിക്കാൻ. സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേര് തെളിക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ നിന്നും തറയ്ക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ നിന്നും തറയ്ക്കാൻ. നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും. സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേരു തെളിക്കാൻ. ഓ സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെന്റെ തേരു തെളിക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ നിന്നും തളയ്ക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ക്രൂശ് മരച്ചോട്ടിൽ നിന്നും തളയ്ക്കാൻ. നമ്മൾ ജയിക്കും കൃപ ധരിക്കും അമ്മയോട് കൂടെ ജ്വലിക്കും. സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേരു തെളിക്കാൻ. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെന്റെ തേരു തെളിക്കാൻ. മണ്ണിലെന്റെ തേരു തെളിക്കാൻ. മണ്ണിലെന്റെ തേരു തെളിക്കാൻ. ആരാധിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ദിവികാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ആബേലും യാക്കോബുമൊക്കെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിരൂപങ്ങളാണ്. പഴയ നിയമത്തിൽ അവരെ തകർക്കാൻ നിരന്തരം അവനോടുള്ള ശത്രുത, അസൂയ, അവരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ടുള്ള കായേനും ആബേലും അല്ലെങ്കിൽ ഏസാവും പ്രത്യക്ഷപ്പെട്ടു. ആബേലിനും നിരന്തരമായ പീഡനമായിട്ട് കായേനും, യാക്കോബിനോട് ശത്രുതയുമായിട്ട് ഏസാവും. അപ്പം ഇതുപോലെയാണ് ഇന്ന് സഭയുടെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ മേലുള്ള ആക്രമണങ്ങൾ. പലതരത്തിൽ ആരോപണങ്ങൾ, സഹനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, എല്ലായിടത്തും തിരസ്കരിക്കപ്പെടുന്ന, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ലാതായി തീരുന്നൊരവസ്ഥ. പല ശത്രുതകളും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് ഈ രണ്ടാം വരവിന് മുമ്പായിട്ട് പിശാചുണ്ടാക്കാൻ ശ്രമിക്കും. പലതരത്തിൽ അവരെ തെറ്റിക്കാൻ ശ്രമിക്കും. സഭയിലുള്ളവരെ വലിയ അസ്വസ്ഥരാക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇനി പ്രാർത്ഥിക്കണോ, ആരാധിക്കണോ, പള്ളിയിൽ പോകണോ, കുർബാനയിൽ പങ്കെടുക്കണോ, ഇങ്ങനെയുള്ള വലിയ സംശയങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, പതറരുത്. പരിശുദ്ധ അമ്മ മാതാവ് സർപ്പത്തിൻ്റെ മേൽ വിജയം കൈവരിക്കും. അഹങ്കാരത്തിൻ്റെ ആസ്ഥാനമായ അവൻ്റെ ശിരസിനെ പരിശുദ്ധ അമ്മ തകർക്കും. ഇതാണ് പറഞ്ഞത്. സ്ത്രീ
അവൻ്റെ ശിരസിനെ തകർക്കും, സർപ്പത്തിൻ്റെ. പക്ഷെ ഇത്രേ ഉള്ളൂ, അവനൊരു ഭയങ്കര ഭീകര യുദ്ധം അഴിച്ചോളൂ. പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ, ഭിന്നത, പാപാവസ്ഥകളെല്ലാം ജനിപ്പിക്കും. നമുക്ക് ഈശോയിൽ അത്ര ശരണം വയ്ക്കണം. നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രബിന്ദു ഈ ഉറച്ച പാറ, കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന സഭയാകുന്ന പാറയോട് ചേർന്നിരുന്നു കൊണ്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായി ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നല്ല ഉറച്ച പോരാളികളായി തീരാൻ, സ്വർഗത്തിന്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയോടൊപ്പം നിൽക്കുന്ന ഒരു മരിയ സൈന്യമായി നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ മാറണം. ജപമാല കരങ്ങളിൽ എന്തി മരിയ ഭക്തി മുറുകെ പിടിച്ച് ഈ കാലഘട്ടങ്ങളിൽ, അന്ത്യകാലഘട്ടങ്ങളിലെ പ്രവാചകരായി, ശക്തരായ വിശുദ്ധരായി, പുണ്യാത്മാക്കളായി, ഉന്നതരായ അനേകം വിശുദ്ധരെ വെല്ലുന്ന പുണ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ തന്റെ വിശുദ്ധി കൊണ്ട്, കൃപ കൊണ്ട് നേടിയെടുക്കാൻ ഈ അമ്മ മാതാവിന്റെ പക്കൽ നമുക്ക് മാധ്യസ്ഥം തേടാം. ഈശോയിലേക്ക് ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളും ചെന്നെത്തുന്നവിടെയാണ്. കർത്താവിൻ്റെ എല്ലാ ദാസരെയും ഈശോ തൻ്റെ സ്വർഗത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് സംരക്ഷിക്കും. ആ ഈശോയെ നമുക്ക് സ്നേഹത്തോടെ ആരാധിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.